السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നടന്ന മജ്ലിസിനെ പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനും യഥാർത്ഥ ഹദീസിന്റെ പണ്ഡിതന്മാർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ച മുഹദ്ദിസീങ്ങൾ, ഹദീസിന്റെ പണ്ഡിതന്മാർ, ഹദീസ് പഠിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഖബൂലാക്കുമാറാവട്ടെ. നമ്മൾ കേട്ടതുപോലെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മജ്ലിസ് പിരിഞ്ഞതിന് ശേഷം പോവാണ്. ഒന്നാമത്തെ കാര്യം, ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ലൈബ്രറിയുടെ ഉദ്ഘാടനമാണ്. ആ ലൈബ്രറിയുടെ പേര് മൂസ മൗലാന അവറുകളുടെ പേരിലാണ് റഹിമഹുല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. നമ്മൾക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് തിരിച്ചമ്മൾ ഉപകാരം ചെയ്യണം. ഉപകാരം ചെയ്യുന്നവരുടെ പ്രതിഫലം അല്ലാഹു പാഴാക്കുന്നതല്ല, അവരുടെ പരിശ്രമങ്ങൾ അല്ലാഹു പാഴാക്കുന്നതല്ല. ഈ സ്ഥാപനം, ഈ മജ്ലിസ്, ഈ ഉലമാക്കൾ, ഈ വിദ്യാർത്ഥികൾ, ഇവിടെ നടക്കുന്ന ഖുർആന്റെ തിലാവത്തും ഹദീസിന്റെ ക്ലാസുകളും 40-45 വർഷങ്ങളായി ഈ ഒരു ഭൂമി ഒരു മുബാറക്കായ ഭൂമിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്തു. കാരണം ദീനിന്റെ ഹിഫാസത്ത്, ദീനിന്റെ ഇശാഅത്തൊക്കെ ഇത് മുഖേന നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ ആദ്യമായി നമ്മൾ ഓർക്കേണ്ടത് ഈ സ്ഥാപനത്തിന്റെ മുത്തവല്ലീനെയാണ്, ഈ സ്ഥാപനത്തിന്റെ മുഅസ്സിസിനെയാണ്. മർഹൂം ഡോക്ടർ പി ഇബ്രാഹിം ഹാജി അവറുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കുമാറാവട്ടെ, പൂർണ്ണമായി മഗ്ഫിറത്തും മർഹമത്ത് ചെയ്യുമാറാവട്ടെ. അദ്ദേഹം ദീനിയായ ഒരു മനുഷ്യൻ ആണെങ്കിലും ഇൽമിന്റെ മാർഗത്തിൽ വലിയൊരു സംഭാവന ചെയ്യണമെന്ന് ഒരു ആഗ്രഹം വന്നത് മൂസ മൗലാന അവറുകളുടെ സ്വഹബത്തിൽ വന്നതിന് ശേഷമാണ്. 1979 മൂസ മൗലാന അവറുകളുടെ ജമാഅത്ത്, സുബൈർ ഹാജി ഉൾപ്പെടെയുള്ള ജമാഅത്ത് ദുബായിൽ വന്ന സമയത്താണ് കമാലുദ്ദീൻ ഹാജി അവറുകൾ റഹിമഹുല്ലാ ഈ സ്ഥാപനത്തിന്റെ മുഅസ്സിസായ ഇബ്രാഹിം ഹാജി അവറുകളുടെ അടുത്ത സുഹൃത്തായിരുന്നു. ഫോൺ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ജമാഅത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ അസറിന് ശേഷം ഫ്രീ ആണെങ്കിൽ പള്ളിയില് ഒരു പള്ളി പറഞ്ഞു, ആ പള്ളിയിൽ വരണം. അങ്ങനെയാണ് പിന്നെ ആ ജമാഅത്തിന്റെ കൂട്ടത്തിൽ കൂടി സംസാരങ്ങൾ കേട്ടു. ദീനിന്റെ മുബാറക്കായ ദാവത്തിന്റെ പരിശ്രമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. 1979 ദീനിന്റെ മെഹനത്തായിട്ട് ബന്ധപ്പെടുന്നത്. വെറും 2 വർഷങ്ങൾ കൊണ്ടാണ് ഏകദേശം 16 അല്ലെങ്കിൽ 24 ഏക്കർ ഭൂമി ഒരു വലിയ മാനുഫാക്ചറിംഗ് ഫാക്ടറി ആയിട്ട് ദീനിന്റെ ഹിഫാസത്തിന്, ദീനിന്റെ ഇശാഅത്തിന്, അദ്ദേഹത്തിന്റെ ആഖിറത്തിന് വേണ്ടി വഖഫ് ചെയ്യുന്നത്. 2 വർഷം കൊണ്ട് ഒരു വലിയ തീരുമാനമെടുത്തു. അദ്ദേഹത്തിന്റെ വയസ്സ്, മൂത്താപ്പ അവറുകളുടെ വയസ്സ് ആ സമയം 38 ആണ്. 38ാമത്തെ വയസ്സിൽ എവിടോ ഉള്ള ഒരു മഞ്ചേരിയിൽ, ആ മഞ്ചേരിയിലെ എവിടോ ഉള്ള ഒരു പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലം വാങ്ങി അത് ദീനിന്റെ ഇഹ്യാക്ക് വേണ്ടി വഖഫ് ചെയ്തു. ഇതിന്റെ പിന്നിൽ മുത്തവല്ലി അവറുകൾക്ക് ഒരു വലിയ പ്രേരണ കൊടുത്തത് മൂസ മൗലാന അവറുകളാണ്. മൂസ മൗലാന അന്ന് കൊടുത്ത തർഗീബും അതിനുശേഷം എല്ലാ കാര്യങ്ങളിൽ ഇടപെട്ട് ഈ മദ്രസക്ക് ഒരു വലിയ ഫലമുള്ള, അതേപോലെ ശക്തമായിട്ടുള്ള ഒരു അടിത്തറ നൽകി. അതിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഇത്ര സദസ്സുകളും ഇത്ര ഖുർആന്റെ തിലാവത്തും ബാക്കി നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതുകൊണ്ട് പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാ സമയത്തും
എല്ലാ സമയത്തും അവർക്ക് ഇതിന്റെ പ്രതിഫലം കിട്ടുന്നുണ്ടെങ്കിലും അവരെ ഓർക്കൽ, അവർക്ക് ഈസാല സവാബ് ചെയ്യൽ, അവർക്ക് വേണ്ടി ദുആ ചെയ്യൽ നമ്മളെ ഉത്തരവാദിത്തമാണ്. അഹ്സൻ കമാ അഹ്സനല്ലാഹു ഇലൈക് ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. അതുകൊണ്ട് ഇപ്പം ഒരുപക്ഷെ ഇരിക്കുന്ന പല ആൾക്കാർക്കും മൂസ മൗലാന ആരാണ് കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. അവരുടെ ഓർമ്മ ഈ സ്ഥാപനം ഉള്ള കാലം വരെ ഇവിടെ പഠിക്കുന്ന ഓരോരോ വിദ്യാർത്ഥി, ഓരോരോ ഉസ്താദ്, ഓരോരോ ഖാദിം അവർക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് മൗലാന അവരുടെ പേരിൽ ഒരു ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ലൈബ്രറിയാണ്. നമ്മൾക്കറിയല്ലോ, പൊതു ലൈബ്രറി എന്തായാലും വലുതാണ്. എല്ലാ സമയത്ത് അവിടെ കുട്ടികൾക്ക് പ്രവേശനം ഉണ്ടാവില്ല, ഒരു സ്ഥാപനത്തിലില്ല. പക്ഷെ കുട്ടികൾക്ക് കിതാബുകൾ വായിക്കണം, പല കാര്യങ്ങൾ ഉസ്താദുമാർ ചെയ്യാൻ വേണ്ടി കൊടുക്കും, ഷറഹുകൾ നോക്കാൻ വേണ്ടി പറയും, തഫ്സീറുകൾ നോക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അവർ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് എളുപ്പത്തിൽ പോയി കിതാബുകൾ നോക്കി അവിടെ തന്നെ എഴുതി തിരിച്ച് അവർ പഠിക്കുന്ന മുത്താലകാലം വരാൻ വേണ്ടി ഒരു ലൈബ്രറി എന്നെ സ്ഥാപിച്ചത്. അത് കുട്ടികൾക്ക് ഹിഫാസത്തുമാണ്, കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യവുമാണ്. അശ്രദ്ധയിലാവാൻ അതേ ഫ്ലോറിലാണ് അവർ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു സംവിധാനം മദ്രസയുടെ, ജാമിയയുടെ ആൾക്കാർ ആക്കി തന്ന അല്ലാഹു അവർക്ക് നല്ല പ്രതിഫലം നൽകുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യം, മാഷാ അല്ലാഹ്, ഈ ജാമിയ അൽ നജ്മുൽ ഹുദ അൽ ഇസ്ലാമിയുടെ വിദ്യാർത്ഥികൾ എല്ലാ പരിപാടികൾക്ക് വളരെ നല്ല രീതിയിൽ അവരെ ക്രിയേറ്റിവിറ്റി, അവർക്കുള്ള ചിന്താഗതികൾ ഏറ്റവും നല്ല രൂപത്തിൽ അവര് അവതരിപ്പിക്കാറുണ്ട്. അതിന്റെ ഒരു അവതരണമാണ് നമ്മൾ കാണാൻ പോകുന്നത്, ഇവിടെ നടക്കാൻ പോകുന്നത് എക്സിബിഷൻ. അതും ആ ഒന്നാമത്തെ നില, പുതിയ ബിൽഡിംഗ് സി ബ്ലോക്കിന്റെ ഒന്നാമത്തെ നിലയിലാണ്. അതിന്റെ ഇൻഷാ ഉദ്ഘാടനം ഹസ്രത്ത് മൗലാന മുഫ്തി സാഹിബ് ചെയ്യുന്നതാണ്. ഇൻഷാ നമ്മള് മൗലാനനെ പറ്റി ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഒരുപാട് പറയപ്പെടാറുണ്ട്. മൂസ മൗലാന അവരുകളെ പറ്റി സ്വന്തം മുത്തവല്ലി തന്നെ ഒരു 3 പേജ് മൗലാനെ പറ്റി എഴുതിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ അവിടെ ഒരു ഫ്രെയിം ആക്കി വെച്ചിട്ടുണ്ട്. നജ്മുൽ ഹുദാൽ പഠിക്കുന്ന ഓരോരോ വിദ്യാർത്ഥി നിർബന്ധമാണ് അത് വായിക്കണം, അത് മനസ്സിലാക്കണം. അതിലൊരു വേദന ഉണ്ട്, അതിലൊരു സ്നേഹമുണ്ട്, അതിലൊരു ബന്ധമുണ്ട്. ആ സ്നേഹം എന്തായിരുന്നു, ആ ബന്ധം എന്തായിരുന്നു, ആ താല്ലുക്ക് എങ്ങനെയായിരുന്നു, ആ സഹവാസം എന്തായിരുന്നു, അതൊക്കെ ആ 3 പേജിൽ വളരെ വ്യക്തമാണ്. മൗലാനനെ പറ്റി, മൗലാനന്റെ മിസാജ് എങ്ങനെയായിരുന്നു, മൗലാനന്റെ മസ്ലക്ക് എന്തായിരുന്നു, മൗലാനന്റെ ഇടപാടുകൾ എങ്ങനെയായിരുന്നു, മൗലാന്റെ യാത്രകൾ എങ്ങനെയായിരുന്നു, മൗലാന മക്കള് ആരായിരുന്നു, മൗലാന്റെ ഉസ്താദുമാർ ആരായിരുന്നു, മൗലാന എപ്പോഴാണ് ജനിച്ചത്, എപ്പോഴാണ് വഫാത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വായിക്കണം. എപ്പോഴും നമ്മളിപ്പോ കേട്ടല്ലോ, നമ്മളെപ്പോഴും നമ്മൾ ഇന്ന് രാവിലെ ദുആയിൽ കേട്ടല്ലോ ഹസ്രത്ത് എല്ലാവരുടെ പേരെടുത്തോണ്ട് ദുആ ചെയ്ത്. അത് ഇഹ്സാനാണ്, അത് ഉപകാരം തിരിച്ച് ചെയ്യലാണ്. നമ്മളും ചെയ്യണം. നമ്മളെടുത്ത് ഇഹ്സാൻ ചെയ്യുന്നവർക്ക് തിരിച്ച് നമ്മൾക്ക് സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ സാമ്പത്തികമായിട്ട് ചെയ്യണം. ദുആകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദുആകൾ കൊണ്ട് ചെയ്യണം. അവര് എന്താണോ നമ്മൾ കൊണ്ട് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, ആ ആഗ്രഹത്തിൽ, ആ ഉദ്ദേശത്തിൽ എത്തിച്ചുകൊണ്ട് നമ്മളവിടെ ആയിക്കൊണ്ട് നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഉപകാരം ചെയ്യണം. എന്നാലാണ് അത് ഉപകാരം, എന്നാലാണ് ആ ഹക്ക് പൂർത്തിയാവുക. അപ്പൊ ഇതിന്റെ ഒരു കാരണം ആക്കി തരലാണ് മദ്രസക്ക് ചെയ്യാൻ പറ്റും, ജാമിയക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കാരണമാണ് ഈ ലൈബ്രറി. പിന്നെ നമ്മൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഒരു വലിയ നല്ല എക്സിബിഷൻ, അതും നമ്മൾക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഇപ്പൊ മജ്ലിസ് പിരിയാൻ വേണ്ടി പോവാണ്. നേരെ ഇൻഷാ അല്ലാഹ് ആദ്യം മൗലാന ഇറങ്ങും, മുഫ്തി സാഹിബ് ഇറങ്ങും, ഹസരത്ത് ഇറങ്ങും. ഹസരത്ത് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ഇൻഷാ അല്ലാഹ് ഹസരത്തിന്റെ ബാക്കിൽ തന്നെ വന്നുകൊണ്ട് ആദ്യം ലൈബ്രറി ഇഫ്തിതാഹ് ആയിരിക്കും. അതിനുശേഷം അതേ ഫ്ലോറിൽ എക്സിബിഷൻ ഉണ്ട്, എക്സിബിഷന്റെ ഇഫ്തിതാഹ് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് വന്ന അതിഥികൾക്കും അതേപോലെ അതിഥികൾക്ക് ശേഷം വിദ്യാർത്ഥികൾ അവരുടെ സമയത്ത് അതിഥികൾക്ക് 12:30 തന്നെ ഭക്ഷണം വിളമ്പുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ സമയത്തിൽ ഭക്ഷണം വിളമ്പുന്നതാണ്. കൃത്യം 1:25 ലോഹർ നിസ്കാരം നടക്കും. 2 മണിക്ക് തന്നെ ഇൻഷാ അല്ലാഹ് കൃത്യം ഇവിടെ ഒരുമിച്ച് കൂടേണ്ടതാണ്. 1:25 നമസ്കരിച്ചാൽ 1:45 ഇവിടെ ഒരുമിച്ച് കൂടാം. ഇൻഷാ അല്ലാഹ് 2 മണിന്റെ മുമ്പായി നമ്മളെ രണ്ടാമത്തെ സെഷൻ തുടങ്ങാൻ സാധിച്ചാൽ 3:30 കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്ന രീതിയിൽ ഈ മജ്ലിസിനെ കബൂലാക്കുമാറാവട്ടെ. വരാൻ പോകുന്ന എല്ലാ മജ്ലിസുകൾ അല്ലാഹു ദീനും ഇൽമിലും അമലിലും അഖ്ലാഖിൽ നമ്മൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയും അതേപോലെ പ്രയോജനപ്പെടാനുള്ള കാരണമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.